എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗോമതി അടുക്കള കയറി ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീദേവി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ശ്രീദേവി എന്നിട്ട് പറഞ്ഞു, അല്ലമ്മേ, അമ്മ എന്താ അടുക്കളയിലെന്ന് ചോദിക്കുക. എന്താ മനസ്സിലായില്ലേ, ഞാൻ എന്താ അടുക്കള ജോലി ചെയ്യാത്താണെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീദേവിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ശ്രീദേവി പറഞ്ഞു, അമ്മ ഞാൻ ചെയ്തോളാം, അമ്മ എന്തിനാ കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുക. കഷ്ടപ്പാടോ? എനിക്ക് ഒരു കഷ്ടപ്പാടും ഇല്ലെന്ന് പറയണേ. ഇത്രയും കാലം എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും വേണ്ടി വെച്ച് വിളമ്പി കൊടുത്ത് ഞാനാന്ന് പറയാം. അല്ല അമ്മ എന്നെ ഉണ്ടാക്കണേ, ഞാൻ ചിക്കൻ കറി അമ്മേ ഞാൻ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കുമെന്ന് പറയാം. അതെ, എനിക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ഇത്രയും കാലം ബാലേട്ടനും എൻ്റെ മക്കളും കഴിച്ചുകൊണ്ടിരുന്നേ എന്ന് പറയണം. ഇത് കേട്ടപ്പം ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ശ്രീദേവി പറഞ്ഞു, അമ്മേ ഞാൻ ചെയ്തോളാം അമ്മേ, അമ്മ എവിടെ ഒന്ന് മാറി ഇരുന്നാൽ മതി എന്ന് പറയണം. ഒരു കാര്യം ചെയ്യുക, നീ അങ്ങോട്ടേക്ക് മാറിയിരിക്കുക. ഇത്രയും ദിവസം നീ ഇവിടെ അടുക്കളയിൽ കയറി പാചകം ചെയ്തില്ലേ, പുതിയതായിട്ട് വന്ന മരുമകളാണല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊന്നും മിണ്ടായിരുന്നേ. ഇനിയിപ്പോൾ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം. ഇത് എൻ്റെ അടുക്കളയാ, ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറയാം. അല്ലമ്മേ, അത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, ഞാനിവിടെ മാറിയിരുന്നിട്ട് നിനക്ക് മാറിയിരിക്കാൻ പറ്റില്ലെങ്കിൽ നീ മുറിയിൽ നിന്ന് ഇവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയ്ക്കോ, അപ്പുറം എവിടെയും പോയി ഇരുന്നോളം പറയണം. അല്ലമ്മേ, എന്തെങ്കിലും ഒരു പണി എനിക്ക് താമേ, എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഓഹോ, നിനക്ക് വെറുതെ ഇരിക്കാൻ ബുദ്ധിമുട്ടാ അല്ലേ? അപ്പം എനിക്കൊന്നും ബാധകമല്ല. ഇത്രയും കാലം ഈ അടുക്കളയിൽ ജോലികളൊക്കെ ചെയ്തോണ്ട് ഞാനിരുന്ന, അപ്പം ഞാനൊന്നും പറഞ്ഞില്ലോ. കുറച്ച് ദിവസം നീ തന്നെയല്ലേ ഈ അടുക്കളയിൽ കയറി ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ. എന്നിട്ടോ ഇപ്പം ഒരു ദിവസം നിനക്ക് വെറുതെ ഇരിക്കാൻ ബുദ്ധിമുട്ട്. അത് പിന്നെ ഞാൻ വെറുതെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ടില്ല, അതുകൊണ്ടാ. അതെ, അതൊക്കെ ശീലമാക്കണ്ടെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് മാറി നിൽക്കാൻ പറയണം. പിന്നീട് ശ്രീദേവിക്ക് ആ പട വിഷമം. ശ്രീദേവി പറഞ്ഞ് എന്തെങ്കിലും ജോലി ചെയ്യാന്ന് പറയാം. അന്നൊരു കാര്യം ചെയ്യാം, ആ വെള്ളരി എടുത്ത് നുറുക്കാൻ പറയണം. അമ്മേ, അന്നൊരു കാര്യം ചെയ്യാം, വെള്ളരി നുറുക്കി വെച്ചിട്ട് ഞാനേ തേങ്ങാക്കൊത്ത് വറക്കട്ടെ എന്ന് ചോദിക്കണം. എന്തിന്? അല്ല ചിക്കൻ കറിക്കകത്തിടുവാണെങ്കിൽ നല്ല രുചിയായിരിക്കും എന്ന് പറയാം. വേണ്ട വേണ്ട, പറയുന്ന പണി മാത്രം ചെയ്താൽ മതി എന്ന് പറയാം. സങ്കടത്തോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോയി മാറിയുന്ന അങ്ങനെ വെള്ളരി നുറുക്കുവാണ്. അപ്പോഴേക്കും മിത്ര വന്നിട്ട് ചോദിച്ചു, അപ്പച്ചി ഞാൻ എന്തെങ്കിലും സഹായിക്കണമെന്ന് ചോദിക്കാം. എന്ത് സഹായിക്കാനായിട്ട്? നിനക്കൊരു പണിയുണ്ട്, നീ പോയിരുന്ന് പഠിച്ചാൽ മതി. ഇവിടെ സഹായിക്കാനായിട്ട് എൻ്റെ ഹെൽപ്പറായിട്ട് ഒരാളുണ്ട്, എൻ്റെ പിന്നിൽ നിൽക്കുന്ന ഞാനാണ് മെയിൻ, അറിയാലോ. എൻ്റെ ഹെൽപ്പറാണ് നിൽക്കുന്നതെന്ന് പറയണം. ഇത് കേട്ടപ്പം ഇത്രയ്ക്ക് ശരിക്കും ചിരി വന്നു. അപ്പച്ചി പണി തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ആ സമയം ശ്രീദേവിയുടെ മുഖം കടന്നൽ കുത്തിവല്ലിരിക്കുക. ശ്രീദേവിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ശ്രീദേവി ഒന്നും മിണ്ടാതെ വെള്ളരി നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് മിത്ര നേരെ ഹാളിലേക്ക് വന്നപ്പോൾ മീനാക്ഷി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മീനാക്ഷിയോട് പറഞ്ഞു, അതെ, അടുക്കള യുദ്ധം തുടങ്ങി. അടുക്കളയുടെ രാജ്ഞി ആരെന്ന് തീരുമാനിക്കുന്ന യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയണം. അടുക്കളയുടെ രാജ്ഞിയോ? നീ എന്താ പറയണേ? അതെ, അപ്പച്ചിയും ശ്രീദേവി അടുത്തും തമ്മിലുള്ള യുദ്ധമാണ്. ഇതിനകത്ത് അപ്പച്ചി ഇന്ന് വിൻ ചെയ്ത് നിൽക്കണമെന്ന് പറയാം. ആഹാ, കൊള്ളാലോ, ഒന്ന് കാണേണ്ട തന്നെ എൻ്റെ മീനാക്ഷി അടുത്തെന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഫോണിലേക്ക് നോക്കണം മിത്ര. നീ എന്താ ഇടയ്ക്കിടയ്ക്ക് ഫോണിലേക്ക് നോക്കുന്നേ? അത് ആരും മെസ്സേജ് അയച്ചിട്ടില്ല. മെസ്സേജോ? അല്ല, എപ്പോൾ വരും എന്നുള്ള മെസ്സേജ് അയച്ചിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാന്ന് പറയാം. അതിന് നീ ഒന്ന് വിളിച്ചു നോക്ക്. വേണ്ട, വിളിച്ചാൽ ശരിയാകത്തില്ല, എനിക്ക് പേടിയാന്ന് പറയാം. എന്തിനു പേടിക്കുന്നേ? ഭർത്താവിനെ വിളിക്കാണ്ട് ഇത്ര പേടിക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ? നീ അങ്ങോട്ട് വിളിച്ചു നോക്കടി വെണ്ണേ എന്നൊക്കെ പറയാണ് മീനാക്ഷി. അവസാനം മിത്ര വിളിക്കുകയാണ്. മിത്ര വിളിച്ചിട്ട് ചോദിച്ചു, ആരിനോട് ചോദിച്ചു, ആരിന് എന്തെടുക്കുക? ഓ, ഞാൻ എന്തെടുക്കാനാ, ഞാനൊരു വീഡിയോ ഗെയിം കളിച്ചോണ്ടിരിക്കാന്ന് പറയണം. ആക്കിയതല്ലേ, പിന്നല്ലാതെ. ഇവിടെയാണെങ്കിൽ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം. അല്ല, അത് പിന്നെ ഞാനേ വിളിച്ചെന്താന്ന് വെച്ചാൽ ആരും നേരത്തെ വരുമോ? ഇല്ല, നേരത്തെ വരില്ല. പിന്നെ എപ്പോഴാണ് വരണേ? അത് പറയാനൊന്നും പറ്റില്ല. ഞാനെന്ന് വെച്ചാൽ പെട്ടെന്ന് വരാൻ പറ്റുന്നൊരു ജോലിക്കൊന്നുമല്ലോ പോന്നേ. എപ്പോഴേത് സമയത്ത് വിളി വരുന്നത് പറയാനൊന്നും പറ്റില്ല. അതിനുശേഷം വരുവോളെന്ന് പറയാം. അതെ, ഇന്നെങ്കിലും അങ്കിളിൻ്റെ വായിന്ന് ചീത്ത കേൾക്കാതെ വരുമ്പോൾ എനിക്കൊരു മിസ് കോൾ അടിച്ചിട്ട് വരണം. ഞാൻ കഥവ് തുറന്നു തരാമെന്ന് പറയണം. വെറുതെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി അങ്കിളിനെ വിളിച്ച് ഇനി രാത്രി ചീത്ത കേൾക്കാൻ നിൽക്കണ്ടെന്ന് പറയാം. അതെ, ഞാൻ കേട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കോള് കെട്ടിയാണ്. മീനാക്ഷി ചേച്ചി എന്ത് പറഞ്ഞു? ചീത്ത കേട്ടാലും കുഴപ്പമൊന്നുമില്ലാന്ന്. ഇതൊക്കെ പറഞ്ഞാലും മിത്രയുടെ നെഞ്ചിനകത്തൊരു തീയ. വൈകുന്നേരം വന്നു കഴിയുമ്പോൾ എന്തായി തീരും, എങ്ങനെയായി തീരും എന്നൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ആകെപ്പാട് ടെൻഷനോടെ ഇരിക്കും. ഇത്ര സമയമായിട്ടും വന്നിട്ടില്ലോ, ഒരു മിസ് കോൾ പോലും അടിച്ചിട്ടില്ല. ഇതെന്താ പോലും വിളിക്കാത്തേ? ഇനി ലേറ്റ് ആവുമോ? തേമേ, ഇനിയിപ്പോൾ അങ്കളെങ്ങാനും എഴുന്നേറ്റ് വന്നാൽ അതോടുകൂടി തീർന്നു. അപ്പോഴാണ് പുറത്തൊരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടെ. വന്ന് തോന്നേന്ന് ഓർത്ത് ചാടിപ്പോയി കഥ തുറക്കുകയാണ്. എന്താ, ഞാൻ മിസ് കോൾ അടിക്കുന്നതിന് മുമ്പ് നീ കഥ തുറന്നേന്ന് ചോദിക്കും. അത് പിന്നെ ആരും എഴുന്നേക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു പറയും. അങ്ങനെ ആരിനെന്ത് ചെയ്യണം, ആരിനങ്ങോട്ട് തിരിഞ്ഞിട്ട് കഥ അടയ്ക്കുകയാണ്. കഥ ഒറ്റ അടയ്ക്കലായിരുന്നു. പെടേന്ന് പറഞ്ഞ ഒറ്റ ശബ്ദത്തിൽ പോയി കഥ അടഞ്ഞു. പെട്ടെന്ന് തന്നെ മിത്ര പറഞ്ഞു, ഇതെന്ത് പരിപാടിയാണ് കാണിച്ചേ? ഞാനാണ് ശബ്ദം ഉണ്ടാക്കാതെ പതുക്കെ അത് അടയ്ക്കുമല്ലായിരുന്നോ? ഓ, പിന്നെ ശബ്ദം കേട്ടിപ്പോൾ ആരാണ്ട് വന്നാൽ ഇപ്പം ഏതാണ്ട് നമ്മുടെ തലവോ. ഒന്ന് മിണ്ടായിരിക്കും മിത്രയെന്ന് പറയാം. ആരിനിത് പറയാം.
അങ്കിൾ എങ്ങാനും വന്നിട്ടുണ്ട് പിന്നെ അത് മതി എന്ന് പറയണം. ഇങ്ങോട്ട് പെട്ടെന്ന് വാ, ഇനിയിപ്പോൾ എങ്ങാനും വന്നാൽ തീർന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യെ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയം കഥ കടയുന്ന ശബ്ദം ബാലൻ കേട്ടു. ബാലൻ ചാടി എഴുന്നേറ്റു. അപ്പത്തേനും ഗോമതി ചോദിച്ചു, എന്താ ബാലേട്ട, എന്താ കാര്യം, എന്താ ബാലേട്ടൻ എന്താ എഴുന്നേറ്റെന്ന് ചോദിക്കുക. അതേ കഥ തുറക്കണ ശബ്ദം അടയ്ക്കുന്ന ശബ്ദമല്ലേ കേട്ടെ. ഓ അതാ ആര്യം വന്നായിരിക്കും. അതിന് ബാലേട്ടൻ എന്തിനാ ഇങ്ങനെ ഈ ചാടി എഴുന്നേക്കുന്നത്, കിടന്നുറങ്ങാൻ നോക്കാൻ പറയണം. എടി ഇതെന്താ സത്രമാണോ പാതിരാത്രിക്ക് വന്ന് കയറാനായിട്ട്? തോന്നുമ്പോൾ ഇറങ്ങിപ്പോവും, തോന്നുമ്പോൾ കയറി വരും. എൻ്റെ ബാലേട്ട അവനൊരു ജോലിക്ക് പോയതല്ലേ, ബാലേട്ടനൊന്ന് സമാധാനിക്ക്. അവൻ ജോലിക്ക് പോയി ചിലപ്പോൾ താമസിക്കും, അതിന് ഇത്രമാത്രം ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? ബാലേട്ടനല്ലല്ലോ അതിന്. അവന് വാവം വന്നേമ്പോൾ പോയി കഥ തുറക്കുന്നേ. ബാലേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടോ? പിന്നെ കഥ കടച്ച് മനുഷ്യൻ്റെ ഉറക്കം കളയും. എൻ്റെ ബാലേട്ട ഇങ്ങനെ തുടങ്ങരുത്. നേരത്തെ എപ്പോൾ പറഞ്ഞാലും അവന് കുറ്റമായിരുന്നു. അവൻ അത് ചെയ്താൽ കുറ്റം, ഇത് ചെയ്താൽ കുറ്റം. ജോലിക്ക് പോണില്ല, ജോലി ചെയ്യുന്നില്ല, വീട്ടുകാര്യങ്ങളൊന്നും നോക്കുന്നില്ല, അവൻ്റെ സ്വന്തം കാര്യങ്ങളും നോക്കുന്നില്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഇപ്പം അവൻ്റെ സ്വന്തം കാര്യം അവൻ്റെ നോക്കി അവൻ്റെ ഭാര്യയുടെ കാര്യം നോക്കുന്ന സമയത്ത് ബാലേട്ടൻ്റെ അടുത്ത കുറ്റം ഇതാ താമസിച്ചു വരുന്നേ. അല്ല എനിക്ക് അറിയത്തില്ലാണ്ട് ചോദിക്കുക, ബാലേട്ടൻ ഇത് എന്തിൻ്റെ കേടാന്ന് ചോദിക്കുക. ഗോമതി നീയും പിന്നെ ഞാനും ഒന്നും മിണ്ടായിരിക്കും ബാലേട്ട, എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലയിൽ കയറി നിരങ്ങിയാൽ കൊള്ളാവോ? അവനെന്ന് പറഞ്ഞ പ്രായപൂർത്തിയായ ഒരുത്തനല്ലേ. അത് മാത്രമല്ല അവൻ്റെ കല്യാണം കഴിഞ്ഞു, അവനൊരു ഭാര്യയുണ്ട്, അവൻ ജീവിക്കട്ടെ. അവൻ്റെ ഭാര്യയല്ലേ അവന് വേണ്ടി കഥ തുറന്നു കൊടുക്കുന്നേ. ബാലേട്ടൻ അതിനകത്ത് ഇത്ര തെണ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്, മനുഷ്യൻ്റെ ഉറക്കം കളയാനായിട്ട് എന്നൊക്കെ പറയണം. ഇത് കേട്ടാൽ ബാലിന് പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ബാലിനങ്ങ് നൈസായിട്ട് തേഞ്ഞിട്ട് പിന്നെ പോയി കിടക്കുവാണ്. ഈ സമയം മിത്ര എന്ത് ചെയ്യണം, അതിന് ഫുഡൊക്കെ വിളമ്പി കൊടുത്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവർ മുറിയിലേക്ക് വരിക. അങ്ങനെ മുറിയിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് മിത്ര കിടക്കാണ്ട് തുടങ്ങുന്ന സമയത്ത് ആര്യന് തൻ്റെ ബാഗ് തുറന്നു. ബാഗിനകത്തുനിന്ന് ഒരു പെണ്ണെടുത്തുകൊണ്ട് കൊടുക്കുകയാണ് മിത്രയ്ക്ക്. അല്ല ഇതെന്താ? ഇതൊരു പെന്നാന്ന് മനസ്സിലായി. എന്താന്ന് ചോദിച്ചാൽ, ഓ അതോ, എനിക്കിന്നൊരു പേന മേടിക്കാനായിട്ട് കടയ്ക്കാരുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ നിൻ്റെ കാര്യം ഓർത്തു, ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വാങ്ങിയെന്ന് പറയാണ്. അങ്ങനെ അത് മിത്രയ്ക്ക് കൊടുത്തു. മിത്ര തിരിച്ചു മറിച്ച് നോക്കി, പിന്നീട് അതെടുത്ത് എഴുതുവാണ്. അതെടുത്ത് എഴുതിയെന്ന് പറഞ്ഞ ലവ് ചിഹ്നത്തിനകത്ത് ആര്യന് മിത്രാന്ന് എഴുതി ബുക്കിൽ. ആദ്യമായിട്ട് ആ പെണ്ണും കൊണ്ട് അങ്ങനെ എഴുതുന്നേ. പിന്നീട് ആരും ചോദിച്ചു ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു, പക്ഷെ ഈ പെണ്ണൊന്നും ആരും പ്രസൻ്റായിട്ട് കൊടുക്കില്ല എന്ന് പറയണം. അതെന്താ? പെണ്ണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുമെന്നാണ് പറയണേ. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നു? നിന്നോട് ആരെ പൊട്ടത്തരമൊക്കെ പറഞ്ഞേ? അല്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, നമ്മളതുകൊണ്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്നും കൊടുക്കരുതെന്ന്. എൻ്റെ പൊന്നോ, അങ്ങനെയാണെങ്കിൽ ഈ കടക്കാരനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എത്രയോ തവണ പോവേണ്ടതാ. കാരണം കടയിൽ നിന്ന് എത്രയോ ആൾക്കാർ പേന ഒന്നും മേടിച്ചോണ്ട് പോകുന്നു, പിന്നെ അവർ ആ കടയിലേക്ക് കയറുന്നില്ലേ? അതൊക്കെ വെറുതെ ഒരു അന്ധവിശ്വാസങ്ങളല്ലേ എന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു, അപ്പം നമ്മുടെ ബന്ധം, ഓ പിന്നെ ഒരു പേനയുടെ പേര് നമ്മുടെ ബന്ധം അങ്ങോട്ട് പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ എന്ന് പറയണം. ഇത് കേട്ടപ്പം വല്ലാത്ത സങ്കടമായിപ്പോയി മിത്രയ്ക്ക്. മിത്ര ആരെങ്കിലും നോക്കി, എന്താ? ഒന്നുമില്ല എന്ന് പറയണം. പിന്നീട് മിത്ര പോയി കിടക്കാൻ തുടങ്ങുന്ന സമയത്താണ് ആര്യൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ആര്യൻ നോക്കിയപ്പോൾ അപ്പോൾ ഫ്രണ്ടാണ് വിളിക്കുന്നത്. എന്താണ് വിളിച്ചെന്ന് ചോദിക്കുക. അതെ നാളെ ആ ബൈക്കും തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ബൈക്കോ? അതെ ബൈക്ക് വേണം, എനിക്ക് അത്യാവശ്യമുണ്ടെന്ന് പറയണം. ശരി ആയിക്കോട്ടെ, ഞാൻ നാളെ രാവിലെ തരാമെന്ന് പറയണം. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ചോദിച്ച ആരാ എന്താന്നൊക്കെ ചോദിക്കണം. അതെ എൻ്റെ ഫ്രണ്ടാ, അവൻ്റെ ബൈക്കും കൊണ്ടല്ലേ ഇത്രയും കാലം ഞാൻ നടന്നേ. ഇപ്പം അവൻ വിളിച്ച് ബൈക്ക് ചോദിക്കുന്നു, നാളെ ബൈക്ക് കൊടുക്കാവോന്ന്. ഇത് കേട്ടപ്പോൾ മിത്രയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. മിത്ര ചോദിച്ചു, അല്ല അത് പിന്നെ അപ്പം ബൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നേ? അപ്പം ഇനിയിപ്പോൾ ജോലിക്ക് പോകാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താമെന്ന് പറയാം. എന്നാൽ പിന്നെ അങ്കിളിനോട് ചോദിച്ചാൽ അതൊന്നും വേണ്ടാന്ന് പറയണം. അല്ല ആര്യ, ഈ ബൈക്കിന് എത്ര രൂപയാണെന്ന് ചോദിക്കാം. അതൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പം ഒരു പുതിയ ബൈക്കൊക്കെ ആണെങ്കിൽ ഒരു 1,00,000 രൂപയുടെ അടുത്തെത്തും. എന്താ പുതിയ ബൈക്ക് മേടിച്ചു തരാനാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, അതുകൊണ്ടൊന്നുമല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ എന്നൊക്കെ പറയണേ. ഇത് കേട്ടപ്പോൾ ആര്യ പറഞ്ഞു, നിന്നൊരു കാര്യം കിടന്നുറങ്ങാൻ നോക്ക്, ബൈക്കിൻ്റെ കാര്യമൊക്കെ നാളെയല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ കിടക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.